സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബൈതൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഒരു സുദിനമാണ് ഇന്ന്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖലാഅ് എന്നോണം സാധാരണ നമ്മുടെ മദ്രസകളിലും മറ്റ് മേഖലകളിലും വളരെ ആഘോഷത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി, വളരെ സജീവമായിട്ട് നമ്മുടെ മക്കളും നാട്ടുകാരൊക്കെ കൂടി നടത്തുന്ന ഈ ആഘോഷം, ഈ ജന്മദിനാഘോഷം ഈ വർഷം വീടിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല ഒതുക്കിയിരിക്കുകയാണ്. കൊറോണ എന്ന മാരകമായ രോഗം ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികൾക്കൊക്കെ ഗവൺമെന്റ് തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വളരെ നിരാശയിലാണ്, വളരെ വിഷമത്തിലാണ് മക്കളുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഒരു ഹാപ്പി, സന്തോഷം വരാൻ വേണ്ടി ഈ വിനീതൻ 2-3 ദിവസമായി മത്സരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ മത്സരങ്ങൾക്ക് ഒരുപാട് കഴിഞ്ഞു, അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്തുവിട്ടു. 1-2 മത്സരങ്ങൾ ഞാൻ ഇന്നേക്ക് വെച്ചിരിക്കുകയാണ്. അത് എൻ്റെ വാട്സാപ്പ്, എൻ്റെ യൂട്യൂബിലെ സുഹൃത്തുക്കൾക്ക് ഒന്ന് കണ്ടാസ്വദിക്കാൻ വേണ്ടി 2 മത്സരങ്ങളുടെ ഫൈനൽ, അതിൻ്റെ ക്വാർട്ടറും സെമി ഫൈനലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ മത്സരം ഇന്ന് നടക്കുകയാണ്. അതെല്ലാവരും കാണണം, അവരുടെ സന്തോഷത്തിന് നമുക്ക് പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് ആ മത്സരത്തിലേക്ക് പോവാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുരുക്കം ചില നമ്മുടെ മക്കൾക്ക് മധുര പലഹാരം ഞാൻ കൊടുക്കുകയാണ്. ആ മധുരം കഴിച്ചതിന് ശേഷം, ആ മധുര പാനീയം കഴിച്ചതിന് ശേഷം നമ്മുടെ മത്സര പരിപാടിയിലേക്ക് പോകുന്നു. അതിനുശേഷം ആ 2 വിഭാഗം ആളുകൾക്കും ഞാൻ സമ്മാനം കൊടുക്കുന്നു. കുട്ടികളൊക്കെ ഈ ദിനത്തിൽ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു പോകുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് അവർക്ക് മധുരപാനീയം വിതരണം ചെയ്യാം. വരും മക്കളെ, ഓരോരുത്തരായിട്ട് വരും. ഇതാ നമ്മളെ കുട്ടി ടീച്ചർ ആയ ഫാത്തിമ ലത്തീഫാണ് ആദ്യമായിട്ട് വന്നു പോയത്. പിന്നെ സഹോദരൻ, അതുപോലെ തന്നെ അവള് ജ്യേഷ്ഠത്തി. ഇത് എന്റെ ജ്യേഷ്ഠന്റെ മകൻ, ഇത് നമ്മളെ മൂത്ത മകൻ, അദ്ദേഹമാണ്, ആ കുട്ടിയാണ് നമ്മളെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ പാനീയം കുടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മത്സരത്തിലേക്ക് വരാം. അപ്പൊ നമുക്ക് മത്സര പരിപാടിയിലേക്ക് പോവാം. എല്ലാവരും ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന വസ്തു ശേഖരണ മത്സരം, അതായത് നമ്മളെ നാട്ടുംപുറങ്ങളിലൊക്കെ മുട്ടായി പറക്കൽ മത്സരം എന്ന് പറയും. അതിൻ്റെ ഫൈനൽ റൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മളെ കുട്ടി ടീച്ചർ ഫാത്തിമ ലത്തീഫ് ഉണ്ട്. അവരൊരു രസത്തിന് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടി ഇരിക്കുന്നതാണ്. പക്ഷെ 4 പേരാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇവർ മത്സരം ഇതാ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ കൂടുതൽ മിഠായികൾ പുറക്കിയവർക്ക് സമ്മാനം കൊടുക്കും. എന്നാൽ നമുക്ക് തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. നമ്മൾ വാശിയേറിയ നബി ദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഫാമിലി സംഘടിപ്പിച്ച മത്സര പരിപാടികൾപ്പെട്ട ഒരു ഇനമാണ് വസ്തു ശേഖരണ മത്സരം അഥവാ മിഠായി പുറക്കൽ മത്സരം. ഇതാ വളരെ വാശിയോടുകൂടി നടക്കുകയാണ്. മത്സരം അവസാനിച്ചു. നമ്മൾ വസ്തു ശേഖരണ മത്സരം അവസാനിച്ചു. എൻ്റെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ 29 എണ്ണം കരസ്ഥമാക്കി മുഹമ്മദ് സയ്യിദ് PM സയ്യിദ് മാവിലാടം എന്നറിയപ്പെടുന്ന നമ്മുടെ
ഈ കിഡ്സ് മദ്രസ കേരളയുടെ എഡിറ്റിംഗ് ചെയ്യുന്ന മുഹമ്മദ് സയ്യിദ് പി ഒന്നാം സ്ഥാനം നേടിയപ്പോൾ സഹൽ അബ്ദുൽ ലത്തീഫ് രണ്ടാം സ്ഥാനം നേടി. തൊട്ടടുത്ത് നജാദ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. നാലാം സ്ഥാനം നമ്മുടെ സജ ഫാത്തിമയാണ്. അഞ്ചാം സ്ഥാനം ലാസ്റ്റ് സ്ഥാനം നേടിയത് ഫാത്തിമയാണ്, ഫാത്തിമാനത്ത്. അതായത് വിജയികളെയൊക്കെ എല്ലാവർക്കും അനുമോദനങ്ങൾ. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള സമ്മാനങ്ങൾ അടുത്ത മത്സരം കഴിഞ്ഞതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ്. അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മത്സരത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ കസാരക്കളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സരമാണ്. ഞാനിതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ കസാരയല്ല വെച്ചിരിക്കുന്നത്, ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റൂലാണ്. അപ്പോൾ സ്റ്റൂള് കളി മത്സരം അല്ലേ, എല്ലാവർക്കും പരിചയമുള്ളൊരു മത്സരമാണ്. അപ്പോൾ സ്റ്റൂള് കളി മത്സരം നബിദിനത്തിനോടനുബന്ധിച്ച് കുട്ടികളെ ഒന്നൊരു ഉണർത്താൻ, ഒരു ഉഷാറാക്കാൻ, ഒരു ഉത്സാഹമാക്കാൻ നടത്തി വരുന്ന മത്സരങ്ങളുടെ അവസാനത്തെ ഇനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. കസേരക്കളി അഥവാ സ്റ്റൂള് കളി. ഇതാ 1 2 3 സ്റ്റാർട്ട്. സ്റ്റൂള് മുട്ടാൻ പാടില്ല, ദൂരെ നിൽക്ക്. സജ ഔട്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഫാത്തിമയും പുറത്തായിരിക്കുന്നു. രണ്ടുപേരും അവിടെ പോയിട്ടിരിക്കും. ഒരു സ്റ്റൂൾ ഒഴിവാക്കും. 3 പേർ മാത്രമേ ബാക്കിയുള്ളൂ. അവസാന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 2 3 സ്റ്റാർട്ട്. മുട്ടാൻ പോള് പുറത്താക്കും. സഹൽ ഔട്ട്. സഹലാവട്ടെ. അല്ല നീ ബാക്കോട്ട് വന്നു. അല്ല ഉറങ്ങി പോകുമ്പോ ബാക്കോട്ട് എന്താണ് സഹല് ബാക്കോട്ട് വന്നപ്പോൾ അത് ഫോളായി മാറി. ഇതാ ഫസ്റ്റ് സെക്കൻഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടി വാർഷിക മത്സരമാണ്. ഇതാ 1 2 3 സ്റ്റാർട്ട്. ദൂരെ നിൽക്ക്. അപ്പോൾ ഒന്നാം സ്ഥാനം നേരത്തെ വസ്തുശേഖരണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് സയ്യിദ് PM സയ്യിദ് തന്നെയാണ് ഈ മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഇന്നലെ നടന്ന പ്രസംഗ മത്സരത്തിൽ രണ്ടാം സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ 3 സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഏതായാലും നമ്മുടെ മത്സരങ്ങൾ കുട്ടികളെയൊക്കെ ഏകദേശം ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. ഇന്നത്തെ ഈ മത്സരം അവസാനിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നലെയും അതിൻ്റെ തലേന്നൊക്കെ മത്സരം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സമ്മാനങ്ങൾ അന്ന് തന്നെ വിതരണം ചെയ്തിരുന്നു. 1-2 സമ്മാനം കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അവർക്കും. അതുപോലെ ഇന്ന് നടന്ന മത്സര വിജയികൾക്കും സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. ഈ സമ്മാനം വിതരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ബഹുമാനായ എന്നെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെ സമ്മാനം വിതരണം ചെയ്യാണ്. വേറെ കാര്യമായ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഞാൻ തന്നെ അത് നിർവഹിക്കുകയാണ് കേട്ടോ. അപ്പൊ സമ്മാനം വിതരണം ചെയ്യാം. ആദ്യം ഇന്ന് നടന്ന വസ്തുശേഖരണ മത്സരം, അതിന്റെ ഫസ്റ്റ്
പി മുഹമ്മദ് സായി. സെക്കൻഡ് സഹൽ അബ്ദുൽ ലത്തീഫ്. ഇനി കസേരകൾ അതായത് സ്റ്റൂളുകൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് പി എം സയ്യിദ്. രണ്ടാം സ്ഥാനം നജാത്ത് അബ്ദുൽ ഗഫൂർ. ഇന്നലെ നടന്ന മത്സരത്തിൽ ചിത്രരചന മത്സരത്തിൽ കിഡ്സ് വിഭാഗം ചെറിയ കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്ന ഫാത്തിമ അബ്ദുൽ ലത്തീഫ്. ഫാത്തിമ അബ്ദുൽ ലത്തീഫ് നമ്മളെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. കുട്ടി ടീച്ചറാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നല്ല മിടുക്കിയായ കുട്ടി ടീച്ചർ ഫാത്തിമ അബ്ദുൽ ലത്തീഫാണ് ചിത്രരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഇങ്ങനെ സമ്മാനം വാങ്ങാൻ സാധിച്ചിട്ടില്ല, അവർക്ക് കൊടുത്തു. അതേപോലെ ഇന്നലെ കയ്യെഴുത്ത് മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ കയ്യെഴുത്ത് മത്സരത്തിൽ സജ രണ്ടാം സ്ഥാനം നേടിയിരുന്നു. ആ സജാക്കുള്ള സമ്മാനവും വിതരണം ചെയ്യുന്നു. ഏതായാലും വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റു കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിന്റെ വക പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും പഠനരംഗത്തും എങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഇനിയും അല്ലാഹു തആല അവരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലെത്തിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രംഗത്തും അവർക്കും നമുക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന് എത്രയും പെട്ടെന്ന് ഈ മാസത്തിന്റെ നബിയുടെ മഹത്വം കാരണമായി എത്രയും പെട്ടെന്നത് അല്ലാഹു തആല വൈറസിനെ നശിപ്പിച്ച് ലോക ജനതയ്ക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.